ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ലിസൺ മീ കെയർഫുള്ളി. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു എക്സാം എഴുതുന്നതിന്റെ മുന്നേ ആ എക്സാമിന് മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ എക്സാമിന്റെ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 2017 മുതൽ 2025 വരെയുള്ള ഈ വർഷങ്ങളിൽ, അതും വർഷം ഒരെണ്ണം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാ പ്രീവിയസ് ഇയർ പേപ്പറും നമ്മൾ ചെയ്തു നോക്കണം. പക്ഷേ ഈ ഒരു റിസോഴ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനബിൾ ആണ്, അല്ലേ? അപ്പോൾ എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യണം. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ മോക്ക് ടെസ്റ്റും കൂടെ ചെയ്യണം. അപ്പൊ ക്രിസ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 20 മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മുടെ വെബ്സൈറ്റിൽ നടത്തുന്നുണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ മോക്ക് ടെസ്റ്റും ചെയ്തു നോക്കുക. നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ അത് സാധിക്കും. എല്ലാ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും ഐസറിൽ അലൂമിനൈ ആയിട്ടുള്ള ആളുകളുമാണ്. ക്യൂറേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.